ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ എനിക്ക് കിട്ടേണ്ട Z+ കാറ്റഗറി സുരക്ഷ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1984 ഇന്ത്യയെ നടുക്കിയ ഇന്ദിരാഗാന്ധി കൊലപാതകം നടക്കുന്നത്. അന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയത് ഇങ്ങനെയാണ്: ഇന്ദിരാഗാന്ധിക്ക് വേണ്ടത്ര സുരക്ഷ ഇല്ലായിരുന്നു. 1985 ഒരു യെല്ലോ ബുക്ക് പുറത്തിറക്കി. ആ യെല്ലോ ബുക്കിൽ ഇന്ത്യയിലുള്ള ആർക്കൊക്കെ എന്തൊക്കെ സുരക്ഷകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ സുരക്ഷകൾ കൊടുക്കണം എന്ന് കണ്ടുപിടിക്കുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ യെല്ലോ ബുക്ക് പബ്ലിക്കലി അവൈലബിൾ അല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. 1988 ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് ഈ പ്രൊട്ടക്ഷൻ പോരാ, കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുകയും അവിടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ ഇൻക്ലൂഡ് ചെയ്യുകയുമുണ്ടായി. അതിനെ SPG ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. 2001 ടെററിസ്റ്റിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റാക്ക് നടക്കുകയാണ്. അന്ന് യെല്ലോ ബുക്ക് എല്ലാം തിരുത്തി എഴുതി ഇന്ത്യയിലുള്ള ആർക്കൊക്കെ എന്തൊക്കെ സുരക്ഷകളാണ് കൊടുക്കേണ്ടത്. ആ സുരക്ഷാ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലുള്ള എല്ലാ ചീഫ് മിനിസ്റ്റർമാർക്കും Z കാറ്റഗറിയിലുള്ള സുരക്ഷ വേണം കൊടുക്കേണ്ടത്. അത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതല്ല, പകരം ആ ചെയറിന് കൊടുക്കുന്ന സുരക്ഷയാണ്. ഒരു ചീഫ് മിനിസ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അല്ല നഷ്ടമാകുന്നത്, മറിച്ച് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സുരക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് Z+ കാറ്റഗറി വരുന്നത്? ഈ Z കാറ്റഗറിയിൽ സുരക്ഷയുള്ള വ്യക്തികളിൽ ആരെങ്കിലും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ Z+ കാറ്റഗറിയിലോട്ട് മാറ്റും. ആ Z+ കാറ്റഗറിയിലോട്ട് മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് പിണറായി വിജയൻ Z+ കാറ്റഗറിയിലോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2016 നിലമ്പൂരിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണം, മാവോയിസ്റ്റിൻ്റെ ലിസ്റ്റിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ പേര് ഹോട്ട് ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ചീഫ് മിനിസ്റ്ററിന് കുറച്ചും കൂടെ സുരക്ഷ വേണ്ടതുണ്ട്. മാത്രവുമല്ല, 2021 NIA നമ്മുടെ കേരളത്തിൽ നിന്നും ISIS സംഘടനയിൽ ചേർന്ന പല വ്യക്തികളെയും പിടിക്കുകയുണ്ടായി. അവരുടെ ലിസ്റ്റിലും ചീഫ് മിനിസ്റ്റർ ഹോട്ട് ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ചീഫ് മിനിസ്റ്ററിന് Z+ കാറ്റഗറി വേണം എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അതിനടിസ്ഥാനമാക്കിയാണ് ചീഫ് മിനിസ്റ്ററിന് Z+ കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ചീഫ് മിനിസ്റ്ററിന് മാത്രമല്ല, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ ഇവർക്കെല്ലാം ലഭിച്ചിരുന്നത് Z+ കാറ്റഗറിയാണ്. അരവിന്ദ് കെജ്രിവാൾ തനിക്ക് Z+ കാറ്റഗറി വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്രം തിരിച്ചു പറഞ്ഞത് നിങ്ങളത് എടുത്തില്ലെങ്കിൽ കേന്ദ്രം ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അത് നടപ്പിലാക്കും എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കുന്ന സുരക്ഷാ സംവിധാനമാണ്. ഈ സംവിധാനം അവർക്ക് വേണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ചീഫ് മിനിസ്റ്ററിൻ്റെ കസേരയിൽ നിന്നും ഇറങ്ങേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.